സെൻസായുടെ നിരവധി ആർട്ടിക്കിളുകൾ വായിക്കാനിടയായിട്ടുണ്ട് യാത്ര പോലുള്ള മാഗസിനുകളിൽ. സെൻസായിക്ക് കാടും കരാട്ടയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്. പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും സെൻസായി പല കാര്യങ്ങളും എഴുതാറുള്ളത്. അല്ലെങ്കിൽ അതിനകത്തൊരു വിരഹത ചിലപ്പോൾ സമയം ഫീൽ ചെയ്യാറുണ്ട്. കാട്ടിച്ചെന്ന് കഴിയുമ്പോൾ എൻ്റെ പ്രാക്ടീസ് മുടങ്ങി, എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല, എൻ്റെ പ്രാക്ടീസിലേക്ക് ഇങ്ങനെ കുറവുകൾ വരുവാണെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം. നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് സെൻസായി പറയുന്നത്. എനിക്ക് കാട്ടിലേക്ക് പോകണം, എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മൃഗങ്ങളെ കാണണം, അല്ലെങ്കിൽ കാടിൻ്റെ ആസ്വാദനം, ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സെൻസായിക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നാണ് സെൻസായുടെ കൺസെപ്റ്റ്? കാടാണ് നമ്മളെ എല്ലാവരുടെ ഉള്ളിലൊരു കാടുണ്ട്. നമ്മളൊക്കെ വന്നേക്കുന്ന കാട്ടിൽ നിന്നാണ്. ഈ പ്രദേശമൊക്കെ കാടാണെന്ന് പണ്ട്. അപ്പോൾ ആ ഒരു നമ്മളെല്ലാവരും വേരുകൾ കാട്ടിൽ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ ആദ്യ കാലത്താർന്ന് കാട്ടിൽ പോകുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കാട്ടിൽ പോകുന്ന ഓരോ നിമിഷവും പ്രാക്ടീസാണ്. ഓരോന്നിനെ കാണുന്നൊക്കെ എന്നെ പഠിപ്പിക്കുകയാണ് കാട് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഉദാഹരണം, ഇപ്പോൾ ഞാൻ മ്ലാവ് കലമാനെ വൈൽഡ് ഡോഗ് ഓടിച്ചിടും, കാട്ടുപട്ടി ഓടിച്ചിട്ടിട്ട് ജീവനോടുകൂടി തിന്നുള്ളൂ അത് സംഘമായിട്ട്. ഇത് ഓടി വന്നിട്ട് ഏതെങ്കിലും പുഴയിലെ കുളത്തില വന്ന് വീഴും, വന്ന് ചാടും. എന്നിട്ട് എന്താ പണിയെന്ന് വെച്ചാൽ ഇത് കുളമ്പ് വെച്ച് കാല് ഉയർത്തിയിട്ട് വെള്ളത്തിൽ ചവിട്ടും. വെള്ളം ഇങ്ങനെ പുക്കിറ്റ് പോലെ ആയിരിക്കും. അപ്പോൾ വൈൽഡ് ഡോഗിന് പേടിയാവും, അത് പതുക്കെ മാറും. കരയിൽ വെച്ചത് അതിൻ്റെ ചവിട്ട് കൊണ്ട് കഴിഞ്ഞാൽ തീർന്ന് അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒരു 10-17 പേരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 24 അങ്ങനത്തെ ഗ്രൂപ്പൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കടിച്ച് പറിച്ച് മാറിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ ഇവൻ്റെ മ്ലാവിൻ്റെ ചവിട്ട് നമ്മുടെ നീക്കിക്കിന് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കാല് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ വർക്കൗഷൻ കിക്ക് ചെയ്യുന്ന അപ്പോൾ മറ്റത് ഇപ്പോൾ ഇവരുടെ കിക്ക് ചെയ്യുമ്പോൾ അത് പിന്നെ ഹിപ്പ് അതൊരു പാറ ഉണ്ടെങ്കിൽ അവിടെ പൊളിഞ്ഞു പോകുന്ന പോലെയാണ്. ഇതിപ്പോൾ ഞാൻ കിക്കായിട്ട് ഇത് കണ്ട അപ്പോൾ ഹീലാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഹീല്, മറ്റേ ബ്ലേഡ് അല്ല, ഹീല്. അത് ഒരുപാട് സാധനം അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. ഇതുമൊക്കെ അങ്ങനെ അടിച്ച് നോക്കിയിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ കിക്കിലും വരുത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു സാധനം അങ്ങനത്തെ ഒരുപാട് സാധനം. പിന്നെ കൂടാതെ കാറ്റ് വരുമ്പോൾ ഒരു തവണ നിൽക്കുമ്പോൾ ഒരാന മുള വലിച്ചിട്ട് പോരുന്നില്ല. മുള ഇങ്ങനെ രണ്ടാമത് വലിച്ചപ്പോൾ മുള കടയപ്പാടെ പുളിഞ്ഞിങ്ങനെ വീണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ആന ഇങ്ങനെ ഫസ്റ്റ് തുമ്പിക്കൈ കൊണ്ട് വലിച്ച് പോകുന്നില്ല. രണ്ടാമത് വെച്ചപ്പോൾ എൻ്റെ കൈമ പിടിച്ചേ. രണ്ടാമത് ആന വലിച്ച് രണ്ടാമത് വെച്ചപ്പോൾ കടയപ്പാടെ പറഞ്ഞു പോന്ന്. വേറൊന്നും ചെയ്തില്ല. ആന ഇപ്പുറത്തെ ഇതിലോട്ട് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കാലിലിട്ട് വരുന്നത്. നമ്മൾ വടം വലിക്കുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ഒരു കയറിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരിക. ഇതാണ് ഈ സ്റ്റാൻസ്. അപ്പോൾ ഇത് താഴ്ചയിലുണ്ട്, താഴ്ചയിൽ വെയിറ്റ് ഷിഫ്റ്റിംഗ് ഉണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഉത്സവത്തിന് നിൽക്കുന്ന ആനയെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ആന എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ഇങ്ങനെ ആടും. അപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയും ഇത് താളത്തിനനുസരിച്ചല്ല, കാല് കഴിച്ചിട്ട് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന്. ഇത്രയും വലിയൊരു ജീവിയായത് അത് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാലിലോട്ട് വന്ന്. ഇത് തന്നെയാണ് താഴ്ച പോലത്തെ വെയിറ്റ് ഷിഫ്റ്റിംഗ് ആണ്. എല്ലാം വെയിറ്റ് ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതുപോലെ ആന പുഴയില് കല്ലില് ചവിട്ടി പുഴ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത് ഭയങ്കര സോഫ്റ്റ്. ഇത് തന്നെ നമ്മൾ ഇത് ഫോട്ടോഗ്രാഫിയിൽ ചെയ്യാറുണ്ട്. കരാട്ടയുടെ നമ്മളിപ്പോൾ കരാട്ട മൂവ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ശംഖുസുടാശി മൂവ്മെൻ്റ് ആയാലും. ഇപ്പോൾ ഞാനിവിടെ ഒരു പാറയിൽ എൻ്റെ ക്യാമറ വെച്ചേക്കാണ്. ഒരു ലെൻസ് അവിടെ ഉരിച്ച് വേറൊന്ന് കൊണ്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ ഒന്നും വേണ്ട. ഇതിനാ ഒരു കാട്ടുപോത്തിന് ഞാൻ ഇങ്ങനെ ഷൂട്ട്. കാട്ടുപോത്ത് ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം നോക്കി നിൽക്കും. അപ്പം നമ്മളിങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ഞാൻ എത്ര നേരം വേണമെങ്കിൽ സാധാരണ ഫോട്ടോഗ്രാഫേഴ്സിനെക്കാട്ടും കൂടുതൽ നിൽക്കാൻ പറ്റും. ഇങ്ങനെ നിൽക്കും. കാരണം കൊസഡാച്ചിയാണ്. നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റവർക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാൻ പറ്റില്ല ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ഇത് എങ്ങനെ ഇത്ര നേരം ഇരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ ഇരുന്നിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ഇതിലുള്ള ഈ സാധനം എടുക്കണം, ക്യാമറ എടുക്കണം. അപ്പോൾ കാല് വെച്ചിട്ട് ഇങ്ങനെ പോവാ. ഇങ്ങനെ പോവാ. ഇങ്ങനെയൊക്കെ മൂവ്മെന്റ് നമ്മുടെ സൈഡ് സിറ്റപ്പ്
ഇതൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ പൊക്കം ഇത് മുള്ളിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എനിക്ക് പോകാൻ ഈസിയാണ്. നമ്മുടെ ബോഡി അങ്ങനെ വഴങ്ങിപ്പോകും. അത് നമ്മുടെ പ്രാക്ടീസ് തന്നെ. അപ്പോൾ കരാട്ടെ അതിൽ ഭയങ്കരമായിട്ട് അവിടെ ഉപയോഗപ്പെടുന്നു. അവിടെ നിന്ന് പുതിയ സാധനം പഠിക്കുന്ന കരാട്ടയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നാണ് ഞാൻ കാണുന്നത്. ഇത് രണ്ടും കൂടിയുള്ള ബന്ധം അതാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. രണ്ടും കൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ. അത് നമ്മളൊരു 1000 സ്റ്റുഡൻസിന് എത്തിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നീ ഇങ്ങനെ പിടിക്കല്ലേ, ഈ ഒരു സ്കെയിൽ വെച്ച പോലെ ഇത് സെൻറ്റർ ആയിരിക്കണം, ഈ മസിൽ, അപ്പോൾ ഈ മസിലിൻ്റെ ഇങ്ങനെ മൈന്യൂട്ടായ കാര്യം ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ആ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ശ്രദ്ധ വളരെയാണ്. ഇത് വളരാണ്ടായി കഴിയുമ്പോഴാണ് അവിടെ കരാട്ടെ സ്റ്റോപ്പാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റും കരാട്ടിനെ കുറിച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും. കരാട്ടെ ഞാൻ പറയുന്നപ്പോഴേ വായ്ത്താരിയല്ല കരാട്ടെ, ഫിസിക്കലായിട്ട് ചെയ്യണം. ഞാൻ പ്രാക്ടിക്കലിന് മാത്രം പ്രാധാന്യം കൊടുത്തേക്കുന്ന ഒരാളാണ്. അതിൽ കൂടെ ഡെവലപ്പ് ചെയ്യാം. തായ്ച്ചി എന്നൊരു ആയോധനകലയും സെൻസായി പഠിച്ചിട്ടുണ്ട്. ഈ തായ്ച്ചിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ആളുകൾക്ക്. തായ്ച്ചി ഞാൻ പഠിച്ചത് മോസസിൽ സെൻസൈഡ് ഇടുന്നതാണ്. അത് കോതമംഗലത്ത്. അതുപോലെ ഇത് വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനപ്പോൾ പുറത്തിറന്ന് ഗൾഫിലിറന്ന് അങ്ങനെ. പിന്നെ സെൻസായി ദുബായിക്ക് വരുന്നുണ്ട്, അപ്പോൾ അവിടെ വെച്ച് ബാക്കി നിനക്ക് ക്ലാസ് തരാം എന്ന് പറഞ്ഞ്. അങ്ങനെ ദുബായിൽ വന്നപ്പോൾ ഞാനും അന്ന് നമ്മുടെ സീനിയർ അവിടെ ഉള്ള രമൺ സെൻസായി, ഇവിടെ ഉള്ളതിലൊരു സീനിയറാണ്. അദ്ദേഹം ഇപ്പോഴായിട്ട് നല്ല ബന്ധമുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് ഇപ്പോഴും എന്നായിട്ട് നല്ല ബന്ധമാണ്, നല്ല വിഷയം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ബാക്കി സെൻസായി എന്നെ കാണിച്ചു തന്നെ പഠിക്കാൻ ഇത് തന്നെ തായ്ച്ചി. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കാട്ടിൽ പോകുന്ന ആളാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ടിംഗ്ലിങ്, കൈക്ക് ഇങ്ങനെ എനർജി ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഇതുണ്ട്, റേക്കി, പ്രാണി ഹീലിംഗ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ അതിനെക്കാട്ടിയും ഗംഭീര എനർജി ഫീൽ ചെയ്യുന്നത് തായ്ച്ചിയും. പിന്നെ ഒന്നുണ്ട് ചീക്കോങ്, അത് ഡൈനാമിക്കാണ് കുറേ കൂടി. ചീക്കോങ് എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ബാലൻസിങ് സാധനമാണ്. തായ്ച്ചി വളരെ സോഫ്റ്റ് ആയിട്ട് പോകുമ്പോൾ മറ്റൊരു ഡൈനാമിക് സാധനമാണ്. അതൊരു 10 മിനിറ്റ് കൊണ്ട് ഒക്കെ കൈയുടെ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ തീ പറക്കുന്ന പോലെ എനർജി നമുക്ക് ഫീൽ ചെയ്യും. അത് അപ്പോൾ അതൊരു പീറ്റർ വാങ് എന്നും പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹത്തിന് ഞാൻ യോഗ പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് തിരിച്ചിങ്ങോട്ട് ഇത് അദ്ദേഹം പഠിച്ചു. ചൈനക്കാരനാണ്. അതന്നെ ചൈനക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഇത് ശരിക്കും അത് കരടിയെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ബാക്കി അതിൻ്റെ അഡ്വാൻസ് കോഴ്സ് എനിക്ക് കരടിയാണ് പറഞ്ഞു തന്നെ കാട്ടിന്. അതായത് ഈ കരടി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ നിന്നിട്ട് മാന്തം ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഈ നമ്മളെ ചീക്കോങ് തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെയാണ് കരടിയുടെ കൈ ഇങ്ങനെ വരുള്ളൂ നിൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കരടിയുടെ മൂവ്മെൻറ്റുകളൊക്കെയാണ് ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഉരക്കുന്ന ഇതൊക്കെ ഉണ്ട്, മരത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ഉരക്കുന്നൊരു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ ചീക്കോങ്ങിൻ്റെ ആ ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ കാട്, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാട്ടിൽ നിന്ന് പോയിട്ട് എനിക്ക് ഒരുപാട് സീക്രട്ടുകൾ കിട്ടുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ അത് ചീക്കോങ് ഭയങ്കര ഒരു ഈ പറഞ്ഞ ഡൈനാമിക് ഒരു ഇതാണ്. അതായത് നമ്മളൊരു 40 മിനിറ്റ് ചീക്കോങ്ങിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 40 അരമണിക്കൂറോ ചെയ്താൽ ഒരു 3-4 മണിക്കൂർ മല കയറിയ പോലത്തെ എഫക്റ്റ് ഉണ്ടാവും സൈസിനൊക്കെ. കാരണം ഈ ഒറ്റ നിപ്പ് പിന്നെ ലാസ്റ്റ് വരെ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ബേസിക്കാണ് ഇത്, ബേസിക്കാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് വരെ അങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടാണ് പിന്നെ നമ്മളുടെ പവർ എനർജി ഇത് ചെയ്യുന്നതും അതെനർജി പോലെ. പിന്നെ അത് തന്നെയല്ല, ഇത് നമുക്ക് കരാട്ടെ കൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും ഇത്തരം കാര്യങ്ങൾ. അതിപ്പോൾ സിസ്റ്റം ഇപ്പോൾ തായ്ച്ചി അതിൻ്റെ ഒരു 108 മൂവ്മെൻറ്റ് പഠിച്ച്. പക്ഷേ അതല്ലാതെ ഞാനിപ്പോൾ എങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് ആ ഫീൽ ചെയ്യും, എനർജി ഫീൽ ചെയ്യും. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ തായ്ച്ചി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ സാധനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വരേണ്ടത്. നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ തായ്ച്ചി ചെയ്താൽ എന്താ ഗുണം? ആ ഗുണം ഉണ്ടാ. ഇപ്പം കരാട്ടെ ചെയ്താൽ അവൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗുണങ്ങൾ ഇല്ലെങ്കിൽ അവൻ കരാട്ടക്കാരനല്ല. ഏത് ഞാനായാലും അവൻ കരാട്ടക്കാരനേ അല്ല. കാരണം അത്തരം സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. പിന്നെ എന്തിനാണ് കരാട്ടെ പിടിച്ച് ബേസ് ആയി കളയുന്ന ടൈം? സെൻസായി കരാട്ടെ പഠിക്കാൻ തുടങ്ങിയ വർഷത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. 84 ബ്ലാക്കിലേക്ക് ഇരിക്കേണ്ടതായിരുന്നു അന്ന് പശ്ചിമഘട്ടത്തിന്റെ. അതന്നെ അത് 3 മാസം പദയാത്ര, 3 മാസം. അതുകൊണ്ട് ആ വർഷം നമുക്ക് ബ്ലാക്കിലേക്ക് പോകാൻ ഏകദേശം 80കളിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ആ സമയത്തൊക്കെ. കാരണം ഡ്രാഗൺ വെച്ച് നോക്കിയിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ 4 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു ട്രെയിനിങ്. അതന്നെ
രണ്ടാമത്തെ ബാച്ച് അല്ലെങ്കിൽ മൂന്നാമത്തെ? ഞാൻ എനിക്ക് തോന്നുന്നത് 86 എടുത്തത്. 86 രവീന്ദ്രൻ 82 രവി കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് അത്. അങ്ങനെ പറ്റുള്ളൂ. അത് തന്നെ. മറ്റേ SSLC കഴിഞ്ഞപ്പോൾ തുടങ്ങി അവിടെ കുഞ്ഞിസ്ഥായി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. ആദ്യകാല കരാത്തെ പരിശീലനത്തെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകളാണ് രസകരമായിട്ടുള്ള ഓർമ്മകൾ. നമുക്ക് കരാട്ടക്കാർക്ക് പൊതുവെ ബലപ്പെടുത്തം കൂടുതലാണ്. എന്ത് കാര്യത്തിനെയും കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്ന ഒരു ചില ആളുകളുടെ ഇടയിൽ കാണാറുണ്ട്. എല്ലാവരും ചിലരിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് കരാത്തെ പഠന കാലഘട്ടത്തിലെ രസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇതുണ്ട്. രസകരമായ കാര്യം എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ജോളി, അവൻ ബ്രൗൺ ബെൽറ്റ് ആണ്. ആ സമയത്ത് ബ്രൗൺ ആണ്. അപ്പോൾ എന്നോട് അന്ന് കരാട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഐസ് ബ്രേക്ക്, ഇത് ടൈൽസ് ബ്രേക്ക് ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ ചിലർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര ഓട് ഒട്ടിക്കും, ഇഷ്ടിക ഒട്ടിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ എൻ്റെ സ്റ്റുഡൻറ്റ് ഒരു ദിവസം ചിലപ്പോൾ 500-600 പൊട്ടിക്കുന്നു. അതെന്താ അങ്ങനെയെന്ന് വെച്ച്, അല്ല അവനെ കൽപ്പണിക്കാരനാണ് അപ്പം നമ്മളുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ട്. കമ്പി വളക്കൽ, ഓട് പൊട്ടിക്കൽ, ഇതൊക്കെയാണ് കരാട്ടെ എന്ന് കരാട്ടക്കാരൻ്റെ ഉള്ളിലല്ല, പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കമ്പി വളക്കൽ ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം സർക്കസുകാർ മറ്റേ പണ്ട് സൈക്കിൾ ഔട്ടുകാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് സർക്കസും ഉണ്ട്. ഇല്ലല്ല, ആക്ഷേപിക്കില്ല, അവർ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇത് കരാട്ടെ പഠിച്ചും കൊണ്ട് അത് ചെയ്യുന്ന എന്താ ആവശ്യമില്ല. പിന്നെ അത് അതല്ല, പിന്നെ അത് ഒരു പ്രദർശനം കേട്ടോ. അതിനെ ഭയങ്കരമായിട്ട് മഹത്വരിക്കേണ്ട കാര്യമേ ഇല്ല. അതല്ല കരാട്ടെ, ഉള്ളിലാണ് വരേണ്ടത് സാധനം. സ്വഭാവത്തിൽ ഇതിലൊക്കെ ഇന്ന് വെച്ച് ഇപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ്, ഞാൻ ഒരിക്കലും അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അങ്ങനത്തെ വ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ശരി എന്ന് പറയുമ്പോൾ എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം ശരി എന്ന് പറയുന്ന പോലത്തെ വലിയ തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല. അപ്പോൾ എൻ്റെ രാഷ്ട്രമല്ല, രാഷ്ട്രീയം ശരിയെന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ആ തരത്തിലുള്ള ഒരാളല്ല ഞാൻ, സാധാരണക്കാരനെ പോലെ. പക്ഷേ കരാട്ടെ നമ്മൾ പഠിക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് വ്യത്യാസങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഉണ്ടായി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ ആ ഒരു വെളിച്ചം എല്ലാവർക്കും കാണണം എന്ന എൻ്റെ ഒരു ചിന്ത. അതാണ്. അപ്പോൾ അത് അവരുടെ ഉള്ളിലൊക്കെ അവരൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി. പുറത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, പുറത്തോട്ട് നോക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഈ തലക്ക് ഇത് ഓട് അടിച്ചു പൊട്ടിക്കലും മറ്റ്. ഇപ്പോൾ എന്നോട് ഒരു തവണ ഇതിൻ്റെ ടോണി ജാഡ ഒരു പ്രോഗ്രാം എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന്. സ്റ്റേജിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചാൽ ഇത് കണ്ടപ്പോൾ പുള്ളി ഷൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് സ്റ്റേജിൽ ഇങ്ങനെ കിക്കും ഇതൊക്കെ ചെയ്യും. നമ്മൾ നല്ല ഗംഭീരമായിട്ട് ചെയ്യേണ്ടി. ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ട് പുള്ളിനോട് ഇതൊന്നും ചെയ്യാൻ പറയാൻ ചെയ്യൂല. 70 വയസ്സ് ആർക്കും പറ്റില്ല. അങ്ങനെ പിന്നെ ഇവിടെ ടെണ്ടുൽക്കറും ഗവാസ്കറൊക്കെ റിട്ടയർഡ് ആവേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. ക്രിക്കറ്റ് കളിച്ച് ഇങ്ങനെ നിൽക്കാറുന്നല്ല. അത് എന്താ കേസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഏജ് ഉണ്ട്. ഈ സമയത്ത് നേച്ചർ നമുക്ക് ബോഡിക്ക് ഒരുപാട് ഇത് തന്നിട്ടുണ്ട്. അതിലാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പ്രകൃതിയുടെ ഇതിനൊന്നും തകർത്ത് ആർക്കും പോകാനൊന്നും പറ്റില്ല. 70 വയസ്സുള്ള ഒരാളിങ്ങനെ കിടന്ന് ചാടിനെ മറിയനെ കാണിക്കട്ടെ, ഇവര് കാണിക്കാൻ പറ്റൂല. അത് ആ പ്രായത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് അത് ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രാക്ടീസ് ചെയ്താല്. എല്ലാത്തിനും ലിമിറ്റഡ്. പരിശീലനത്തിനായിട്ട്, കരാത്തെ പരിശീലനത്തിനായിട്ടോ അല്ലെങ്കിൽ തായ്ച്ചി അല്ലെങ്കിൽ ചിക്കോങ് ഏതുവാണെങ്കിലും മാർഷൽ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് സെൻസായി എത്രത്തോളം ഒരു ദിവസം അല്ലെങ്കിൽ എവിടെയാണെങ്കിലും മാറ്റി വെക്കാറുണ്ടെന്നുള്ളതാണ് അടുത്ത കാര്യം. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം, പലതരത്തിലുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങളുണ്ട്. അവിടെ നമുക്ക് കരാത്തയുടെ വ്യത്യസ്തത എന്താണ്, അല്ലെങ്കിൽ കരാത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതലായി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് സെൻസായിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അനുഭവത്തിലൂടെ? ഞാൻ സാധാരണ ഇപ്പം എൻ്റെ ഒരു റൊട്ടീൻ ഒരു 5 മണിക്ക് എഴുന്നേക്കും. ഒരു 5:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 8:30 തീരും. ചിലപ്പോൾ അത് അങ്ങനെ കുറച്ച് നീളും. പിന്നെ വൈകിട്ട് അതുപോലെ തന്നെ ഒരു 5:30-6 മണിക്ക് തുടങ്ങും. അത് ചിലപ്പോൾ 8-8:30 വരെ നിൽക്കും. എങ്ങനെ വന്നാലും മിനിമം ഒരു 4-5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പലകാലം ഇടക്ക് വെയിറ്റ് ഇതിന് പോകണമെങ്കിൽ അങ്ങനെ പോകും. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് തോന്നുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന്, അപ്പോൾ തന്നെ അതിന് വണ്ടി പുറത്തിടിപ്പിച്ച് വീഴുന്നിട്ട് കുറച്ച് അത് നമുക്ക് എന്ത് സാധനം ചെയ്യാൻ തോന്നുന്നു അപ്പം ചെയ്ത്, അതന്നെ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഉള്ളത്.
പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം അത് തുടക്കക്കാരുടെ എണീച്ചിരിക്കും. അവൻ ലൈഫിൽ റൊട്ടീൻ ഉണ്ടാവാൻ കാലത്ത് എഴുന്നേൽക്കുക. പിന്നെ അത് തന്നെയല്ല, ഈ രാവിലെ എഴുന്നേറ്റ് സൂര്യോദയമൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണേ. ഇത് സൂര്യൻ വന്ന് വിളിക്കണം. പിന്നെ അത് വേറെ, അതിന് നമ്മളുടെ ഈ ഇതുണ്ടല്ലോ സെൻറ്റ് ഫ്രാൻസിസ് മൂപ്പര് ഒരു ദിവസം രാത്രി ഫുൾ മൂൺ പൗർണമി ഓടിപ്പോയിട്ട് ഇത് പള്ളിയിലെ മണിയടിക്കാൻ പാതിരാത്രിക്ക് ആൾക്കാരൊക്കെ എന്തോ അത്തീതം വന്നെന്ന് വെച്ചാൽ ഓടി വരികയാണ്. ഓടി പള്ളിയിലോട് വന്നപ്പോൾ ഇദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ഇത്രയും മനോഹരമായൊരു പൗർണമി ഉള്ളപ്പോൾ നിങ്ങളൊക്കെ കിടന്നുറങ്ങണമെന്ന് ചോദിച്ചു. കാണണം, അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ശരിക്കും ഉള്ളത്. അത്തരം ഒരു കാഴ്ചയാണ് ഉൾവിളി. അതാണ് പിന്നെ അതാണ്. അപ്പോൾ ഇത് ഈ ബേസിക് തുടങ്ങുന്ന ആൾക്കാർ അത് ആ ചെറുപ്പത്തിൽ നമ്മൾ കരാട്ടെ തുടങ്ങാൻ വരുന്നവർ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്, ഇന്ന് ആ സമയം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്നൊക്കെ 6 മണിക്ക് 5 മണിക്കൊക്കെ കരാട്ടെ തുടങ്ങും പണ്ടത്തെ. അപ്പോൾ അതൊരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് മുഴുവൻ അങ്ങനെ വരികയാണ്. ഓട്ടോമാറ്റിക്കായി ഒരു സ്വിച്ച് ഓൺ ചെയ്ത പോലെ 5 മണിക്ക് അവനെ എഴുന്നേക്കുകയാണ്. അപ്പോൾ അത് നല്ലതാണ്. ഒരാളുടെ കറക്റ്റ് ജീവിതത്തിൽ ഒരുപാട് ചിട്ടകൾ വരെയാണ്. അതിനാണ് ആ ഒരു സമയം. പിന്നെ തീർച്ചയായിട്ടും പക്ഷികളുടെ ശബ്ദവും എല്ലാം ഞാനതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. പിന്നെ ഇതും കൊണ്ടുള്ള ഗുണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യോഗയുണ്ട്, ഇതാഴ്ച ഒരുപാട് ഇതുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്ത് പെട്ടെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ റെഡിയാണ്. പിന്നെ ഞാൻ ഞാൻ ഫൈറ്ററാണ്. ഞാൻ അപ്പോൾ എല്ലാവരോടും പറയുന്നു, എൻ്റെ മാസ്റ്ററും പറഞ്ഞിട്ടുണ്ട് നല്ല ഫൈറ്റർ എന്ന് എന്നെ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാരെ തല്ലി കൊല്ലാൻ വേണ്ടി നടക്കുന്നതല്ല, ഫൈറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഫൈറ്ററിൻ്റെ നേരെ ഒരു ചോദ്യം വരുമ്പോൾ അതൊരു അറ്റാക്കാണ്. ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ്. അതിന് എൻ്റെ ആൻസർ ആ ബ്ലോക്കും കൗണ്ടർ അറ്റാക്കുമാണ്. അതാണ് കരാട്ടെ, അതാണ് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം നിങ്ങൾ എന്നെ അടിക്കാൻ പോകുമ്പോൾ നിങ്ങളെ അടിച്ച് ഇടത്ത് വിൻ ചെയ്യലല്ല കരാട്ടെ. ഇതാണ് വരേണ്ടത്. അല്ലാതെ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ലെന്ന് പറയുമ്പോൾ കരാട്ടക്കാരനല്ല. കരാട്ടക്കാരൻ എന്ന് പറയുമ്പോൾ എന്തിനു നേരിടാൻ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ലൈഫിൽ എന്തിനു നേരിടും, ആരോഗ്യം ഉണ്ടാവും. ഇത് ആൻസർ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഉത്തരം പറയും. അത് രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയക്കാരല്ല, നമ്മൾ കരാട്ടക്കാരാണ്. നമ്മൾ ആൻസർ പറഞ്ഞേ തരും. എനിക്ക് അറിഞ്ഞൂടെന്ന് പറയണം. അറിയാത്ത കാര്യം അതാണ്. ഇപ്പൊ ജൂഡോനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ജൂഡോ പഠിച്ചിട്ടില്ല, പഠിച്ച സാധനത്തിനെ കുറിച്ചാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും, മനുഷ്യന് 10-18 സ്റ്റാൻസിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ഞാനിങ്ങനെ കൈ ഇങ്ങനെ റൗണ്ടിൽ കറക്കണം. അപ്പോൾ ഞാൻ കരാട്ടക്കാരനായതിൻ്റെ വല്ല എനിക്ക് ഒരു 10 ഓട് വെച്ച് പൊട്ടിക്കല്. അല്ലെങ്കിൽ പെയിൻ്റർ ആണെങ്കിൽ ഈ റൗണ്ടിനുള്ളിൽ പെയിൻറ്റ് ചെയ്യുള്ളൂ, ഇത് ചെയ്യുന്നത്. കഥകളിക്കാരാണെങ്കിൽ ആ ആൻസർ ഇത് ചെയ്യും, വടിപ്പയറ്റാണെങ്കിൽ വടി, ഇതൊക്കെ. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ചലനം തീന്നല്ലാണ്ട് ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കരാട്ട പഠിച്ചല്ല, സെൻസായി അല്ല. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ ഞാൻ കരാട്ട പഠിച്ച ഒരാളാണ് എന്ന് വെച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിക്കണല്ല. നിങ്ങളുടെ ആക്ഷനിൽ ഞാനൊരു അടുക്കും ചിട്ട് ഉണ്ടാക്കണം എന്നുള്ളൂ. അല്ലാതെ ഒരു സാധനം ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരാൾക്കും. അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത്ര നിങ്ങൾ ഒന്ന് നിങ്ങളെ ശ്രദ്ധിക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ കൈ എടുക്കുമ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ ഫോൺ എടുത്തു, ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഫോൺ എടുത്ത് കൈ ഇങ്ങനെ എടുത്ത്, ഇത് പഞ്ചാണ് എൻ്റെ, ഞാൻ പഞ്ചാ ചെയ്തത് തന്നെ പുറത്ത്. അത്രേ ഉള്ളൂ. നമ്മൾ പുതിയതായിട്ട് ഒരു സാധനം ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല ലൈഫിൽ. എല്ലാവരിലും ഉണ്ട്. അത് നമ്മൾ അത്രേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കുന്നത്. ഇത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ, അതാണ്. അത്രേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്കായിട്ട് പരിശീലകർക്കുള്ള സന്ദേശം ഞാൻ സെൻസറോട് ചോദിക്കുന്നില്ല. വിദ്യാർത്ഥി, കാരണം സെൻസറുടെ ഉള്ളിൽ ഇപ്പോഴും കൂടുതൽ നിൽക്കുന്നത് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് ഈ ഒരു പ്രായത്തിൽ, വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരു ഫീൽ ചെറുപ്പപ്രായം അല്ലെങ്കിൽ ഒരു ഏജ് എല്ലാവരും കണക്കൂട്ടി വെച്ചിരിക്കുക. ജീവിതം മുഴുവൻ വിദ്യാഭ്യാസത്തിനുള്ള കാലഘട്ടമാണ്. സെൻസായി ഇപ്പോഴും കരാട്ടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് സന്ദേശമാണ് സെൻസായിക്ക് കൊടുക്കാനുള്ളത്? എന്ത് തരത്തിൽ പഠിക്കണം, എങ്ങനെ വേണം, അതിനോടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ മാസ്റ്ററിനോടുള്ള അപ്രോച്ച്? അതധികം ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മളുടെ അടുത്ത് ചേർക്കുകയാണെങ്കിൽ ആദ്യം പാരൻസിനാണ് നമ്മുടെ കുട്ടീനെ ഏൽപ്പിക്കുന്ന ആളെങ്ങനെയാണെന്നുള്ള അവർ അറിയണം. എങ്ങനെയുണ്ട് അദ്ദേഹം, ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, അതറിയണം. അല്ലാതെ എൻ്റെ അടുത്തൊരു കരാട്ടക്കാരൻ അയാൾക്ക് കുറേ അവാർഡ് കിട്ടിയിട്ട് അയാൾ പേപ്പറിൽ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കുന്നില്ല. അദ്ദേഹം അതിലെങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എങ്ങനെ പഠിപ്പിക്കുന്നു, സാധാരണ ഇടി പഠിപ്പിക്കുന്ന അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾക്ക് ചിലവർ അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ചിലവർ വേറെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഇഷ്ടംമാതിരി പേരുണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ
അതായത് ഒരു മാസ്റ്ററിനെ ഒരാളുടെ അടുത്ത് പഠിപ്പിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അവൻ്റെ ഭാവിയിൽ ഇയാളെ കയ്യിലേൽപ്പിക്കുന്നത് നമ്മൾ ഈ 7-8 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നിലത്ത് ഇത് പഠിപ്പിക്കുന്ന കളരിയൊക്കെ പറയുന്ന 8 വയസ്സിൽ പഠിപ്പിക്കുന്ന പറയുന്ന. അപ്പോൾ അത് വളർന്നു വരുന്ന മാനസികവും ശരീരമായിട്ട് വളർന്നു വരുന്നൊരു സമയമാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ നല്ല സാധനമേ വീഴാവൂ. അന്നേരം അവൻ സമൂഹത്തിൽ അപ്പം സമൂഹത്തിന് നല്ലൊരു പ്രകാശമായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ അങ്ങനെയല്ല. പാരൻസിന് അത്തരം ചിന്തകൾ ഇപ്പം വളരെ കുറവാണ്. കാരണം ഇവൻ പോയി എൻ്റെ മോൻ പോയിട്ട് അവന് കുറേ ഡിഗ്രി, കുറേ സർട്ടിഫിക്കറ്റ് കിട്ടണം, കുറേ ട്രോഫിയും കിട്ടണം എന്നും മാത്രമാണ് ആ ഒരു ചിന്ത. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരമാണ്. നമ്മൾക്ക് പൈസ കിട്ടും ഇഷ്ടംമാതിരി. നമ്മളിപ്പോൾ അതിന് മത്സരത്തിന് എതിരെന്നല്ല പറയുന്നത്. പക്ഷേ അതിനു വേണ്ടി മാത്രമായിട്ട് മത്സരമാവരുത്. അതിന് ഇപ്പോഴത്തെ കരാട്ടെ ഭൂരിഭാഗവും അത് ടൂർണമെൻറ്റിന് മാത്രമായിട്ട് മനസ്സിലായി. ഞാൻ സെൻസായി ആയിട്ട് ഫൈറ്റിങ്ങിനെ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ മറ്റേ നമ്മൾ ടൂർണമെൻറ്റിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പം ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഈ പഞ്ചിങ്ങൾ വരെയാണ്. അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്തു. അപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടി നോക്കി. ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇത് ടൂർണമെൻറ്റിലെ ഒരു ഇതാണ് കിക്ക് ചെയ്താലൊക്കെ. മറ്റേ ഫൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനത് മനസ്സിലാക്കിയതാണ്. എൻ്റെ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ശരിയായിട്ട് തോന്നുന്നൊരു കാര്യം അതാണ്. അത് ഇപ്പോൾ ഇങ്ങനെ എമി പറഞ്ഞില്ല, അടുത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ സ്റ്റോപ്പ്, ഒരു വെള്ളം ഒഴുകി വരുന്ന വെള്ളം ഒരു പുഴയുടെ മുമ്പിൽ ഡാം കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് പോയി, പവർ പോയി, എനർജി പോയി. ഞാൻ നേച്ചറിനെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്ന എനർജി പോയി. അപ്പോൾ ഇത് എനർജി നഷ്ടപ്പെടുകയാണ് അവിടെ. മറ്റേതെന്ന് പറഞ്ഞാൽ എനർജി ഇങ്ങനെ ഒഴുകി. അപ്പോൾ അവർ ഇത് രണ്ടും പഠിക്കണം എന്ന് വെച്ചാൽ മറ്റേത് മാത്രമായിട്ട് മുഴുകരുതെന്നുള്ളതാണ്. ഈ ഒരു ചാനലിന്റെ പ്രോഗ്രാം, യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതിന്റെ പ്രോഗ്രാം സെൻസായി കാണാറുണ്ട്. തീർച്ചയായിട്ടും. ജസ്റ്റ് അതേ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചതിനെ കുറിച്ച് സെൻസായിട്ട് ഒരു ആശയം കരാട്ടക്കാരൻ എന്ന ലെവലിൽ നിന്നിട്ട് പറഞ്ഞാൽ മതി. അത് ഞാൻ അവിചാരിതമായിട്ടാണ് ഇത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഒരു ഇതുണ്ടല്ലോ ഈ സമയത്ത് തുടങ്ങിയതിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പഴയ മാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഇങ്ങനെ കാണുന്നു. പിന്നെ തൃശ്ശൂരുള്ള അദ്ദേഹം 80 വയസ്സുള്ള ഷോട്ടൊക്കെ മാസ്റ്റർ ആര്യ മാഷ്, പിന്നെ ഒരുപാട് സെൻസായി നാരായണൻ അദ്ദേഹം, അങ്ങനെ ഒരുപാട് പേര് പ്രഭു സെൻസായിയിലൊക്കെ. അപ്പോൾ ഇവരൊക്കെ പണ്ടേ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നിയത്, നിങ്ങൾ ഷിറ്റോറിയോ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ്. നിങ്ങൾ എന്നിട്ട് മറ്റുള്ള സ്റ്റൈലിനെയും കൂടിയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്റ്റൈലിനല്ല കരാട്ടക്കാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. പിന്നീട് മനുഷ്യനാണ് ആദ്യം, പിന്നീടാണ് അവന്റെ ജാതി വർണ്ണം കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അതിന് അത് അവരായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്നത്. സെൻസായിലെ മനുഷ്യനെ കാണാനാണ് ഞാൻ എന്ന് പറഞ്ഞതുപോലെ കരാത്തയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള ശൈലികൾ ഉണ്ടെങ്കിലും അത് കരാത്തയാണ്. ആ കരാത്തെ എന്നുള്ള ഒറ്റ അണ്ടറിൽ, ഫാമിലിയുടെ അണ്ടറിൽ നിൽക്കുന്ന ഫീൽ അത് എനിക്ക് ഭയങ്കര. ഇനിയും ഗംഭീരമാവും, എല്ലാവിധ സഹകരണവും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കൂടാതെ ഇതിന് നമ്മളെ ബന്ധപ്പെടുത്തിയത് നമ്മളുടെ പറവൂരുള്ള നസീറാണ്, വി കെ നസീർ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഇവിടെ. അദ്ദേഹത്തിന് ഇന്ന് ഒത്തിരി നന്ദി ഞാനിപ്പോൾ ഈ നിമിഷങ്ങളിലൂടെ പങ്കുവയ്ക്കാണ്. കാരണം ഇതുപോലൊരു നല്ലൊരു വ്യക്തിയെ, അല്ലെങ്കിൽ കരാത്തയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ, അതോടൊപ്പം തന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയാണ്. സെൻസായുടെ അതായത് കാടാണല്ലോ സെൻസായുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയെന്ന് തോന്നുന്നു. പ്രാക്ടീസ് കാടും തന്നെയാണ്. അടുത്ത യാത്രകൾ എങ്ങോട്ടേക്കാണ്? ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികളൊക്കെ? അത് കാട്ടിലോട്ടുള്ള യാത്രയാണെങ്കിൽ ഞാൻ തീരുമാനിക്കൂല, കാട് തീരുമാനിക്കും, വിളിക്കും. അതാണ് കാടാണ് തീരുമാനിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് വലിയൊരു യാത്ര, കരാട്ടയോട് ബന്ധപ്പെട്ട ഒരു യാത്ര, എനിക്ക് ഒരു ഡ്രീം ഒക്കിനാവ. അത് കഴിഞ്ഞ തവണ പോകാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ അത് ആൻഷിയും പറഞ്ഞ് നിന്നെ അവിടെ കൊണ്ടുപോകണ്ട. പിന്നെ അവിടെ നേച്ചറും ഉണ്ട്, അവിടുത്തെ നേച്ചർ വളർത്തണം. അവിടെ തെങ്ങിൽ കയറി കരിക്കിടുന്ന ഞണ്ടുണ്ട്, അത് ആൻഡമാൻസിലൊക്കെ ഉണ്ട്. തെങ്ങിൽ കയറിയിട്ട് കരിക്ക് ഇത് ചെയ്തിടും, ആൻഡമാൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാഴ്ച. പിന്നെ കൂടെ അവിടെ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ ട്രഡീഷണൽ ആയിട്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം. പിന്നെ അത് എൻ്റെ ആൻഷി പറഞ്ഞത്, മുസ്ലിമിന് മെക്ക, ക്രിസ്ത്യൻസിന് ജെറുസലേം,
ഹിന്ദുക്കൾക്ക് ഇത് നമ്മുടെ അയ്യപ്പ കോവിലും പളനി പോലെ കരാട്ടക്കാരുടെ സ്ഥലം ഒക്കിനാവയാണ്. കരാട്ട എന്ന് പറഞ്ഞ മതത്തിന്റെ സ്ഥലം ഒക്കിനാവയാണ്. കറക്റ്റാണ്. ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്കും കരാത്തയെ എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം, സംസാരിക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കരാത്തെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലങ്ങളായിട്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പരിശീലനം ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോട് കൂടി തന്നെ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവിധ ആശംസകളും സെൻസായിക്ക് ഞങ്ങൾ നേരുന്നു. ടീം ഷിൻബുഖാൻ ഇന്ത്യ അവിടത്തേക്കുള്ള അല്ലെങ്കിൽ നസീർ സെൻസായിയോടുള്ള ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിന് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും അങ്ങയുടെ യാത്രകളെല്ലാം പൂർണ്ണമായിട്ടും വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.